ജാനകി, എന്താ? എനിക്കൊരു ഭയം. മീരയുടെ ആത്മഹത്യാ ശ്രമം പുറത്തറിയുന്നു. മനസ്സിലായില്ല. അതാ മീരയെ രക്ഷിച്ചുകൊണ്ടുവന്ന ആള്. ആ, ഗിരീഷ്. സത്യത്തിൽ അവൻ എന്റെ ശത്രുവാ ജാനകി. ഏയ്, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? സത്യോ, അവൻ കുഴപ്പമുണ്ടാക്കും. അവനിത് നാട്ടുകാരെ അറിയിക്കും, പോലീസിനെ അറിയിക്കും. ചന്ദ്രോത്ത പ്രഭാവതിയുടെ കുടുംബത്തിലെ മീര ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയും. ചിലപ്പോ അവൻ വീഡിയോ എടുത്തിട്ടുണ്ടാവും, ഉറപ്പാ. ഈ സംഭവം അവന് കിട്ടിയ ഒരു ആയുധോ ജാനകി, എന്നെ അടിച്ചുടയ്ക്കാനുള്ള ആയുധം. എന്ത് ഭ്രാന്തായി പറയുന്നേ? അയാൾ ഒരു നല്ല മനുഷ്യനാന്നാ എനിക്ക് തോന്നുന്നത്. സാമൂഹിക ബോധമുള്ള ഒരാൾ. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇതൊന്നും ഒറ്റയ്ക്ക് ഏറ്റെടുത്തോണ്ട് വരില്ല. കൊണ്ടുവന്നാൽ തന്നെ അവരുടെ പേരും നമ്പരും ഒക്കെ ഏൽപ്പിച്ചിട്ട് അവരങ്ങ് പോവും. ഇദ്ദേഹത്തെ കണ്ടോ പോകാതെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇവിടെ നിൽക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല. എന്നോടുള്ള പക തീർക്കാൻ ഈ സംഭവം അവൻ ഉപയോഗിക്കും. അല്ല, അവന് പ്രഭയോട് എന്തിനാ പക? നിങ്ങൾ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണം എന്താ? ഇനി ഒരിക്കൽ പറയാം. ഇപ്പൊ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. എന്താ? അവനോട് പറയണം മീര ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വിവരം ആരെയും അറിയിക്കരുതെന്ന്. പോലീസിലും പറയരുതെന്ന് പറയണം. അതയാളോട് നിനക്ക് തന്നെ നേരിട്ട് പറഞ്ഞൂടെ? ശത്രുത അങ്ങ് തീരും ചെയ്യുമല്ലോ. ജാനകി പറഞ്ഞാ മതി, പ്ലീസ് ജാനകി. ഓക്കെ. ഡോക്ടർ, എങ്ങനെയുണ്ട് ഇപ്പൊ കുട്ടിയുടെ അവസ്ഥ? ബ്ലഡ് കുറെ പോയില്ലേ? ഡോക്ടറുടെ നേതൃത്വത്തിൽ ഒരു ടീം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. ഡോക്ടറിനും വേണ്ടപ്പെട്ട കുട്ടിയല്ലേ? അതെ, പ്രഭാവതി. പ്രഭ എന്റെ വളരെ അടുത്ത ആളാ. ഓ. പ്രഭാവതിയുടെ കസിന്റെ മകളാ. എന്തായാലും വല്ലാത്ത ബുദ്ധിമോശമായി പോയി കുട്ടി കാണിച്ചത്. ഭാഗ്യത്തിന് ഗിരീഷ് ആ സമയത്ത് അവിടെ എത്തി. ഞാൻ പ്രഭയോട് പറയായിരുന്നു, ഗിരീഷിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആളിനെ ഇവിടെ എത്തിച്ചിട്ട് അപ്പോഴേ സ്ഥലം വിട്ടേനെ. അങ്ങനെയൊന്നുമില്ല ഡോക്ടർ. ഇക്കാലത്ത് സഹായിക്കാൻ മനസ്സുള്ളവരെ പഴയ കാലത്തേക്കാൾ കൂടുതലാ. അത് ശരിയാ. ഗിരീഷിന്റെ വീട് എവിടെയാ? ഞാനിവിടെ KK നഗറിൽ. ഗിരീഷ്, ഞാനൊരു കാര്യം പറഞ്ഞ തെറ്റായിട്ടെടുക്കരുത്. എന്താ ഡോക്ടർ? ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുക, അതൊക്കെ നാട്ടിലറിഞ്ഞ പിന്നെ... ഇല്ല, ഞാനിതാരോടും പറയില്ല ഡോക്ടർ. ഡോക്ടർ പേടിക്കണ്ട. ഡോക്ടർ സംസാരിച്ചു തുടങ്ങിയപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതിലേക്കായിരിക്കും എത്തുന്നതെന്ന്. എന്തോ എനിക്കങ്ങനെ തോന്നി. ഈ നിയമം വേണോ മനുഷ്യത്വം വേണോ എന്ന് ചോദിച്ചാ ചില സമയം മനുഷ്യത്വം വേണോന്ന് ഞാൻ പറയും. അങ്ങനെ മനുഷ്യത്വം വേണ്ട ഒരു സമയമാണിപ്പോ. ഒരുപാട് ജീവൻ രക്ഷിക്കുന്ന ഡോക്ടറിങ്ങിന് ആവശ്യപ്പെടുമ്പോൾ അതിൽ ഉറപ്പായി ഒരു ശരി ഉണ്ടായിരിക്കും. ഞാൻ പറയില്ല ഡോക്ടർ, വാക്കാം. താങ്ക് യു.
എന്നിൽ നിന്നും ഈ വാർത്ത മറ്റൊരാൾ അറിയില്ല. താങ്ക് യു സോ മച്ച്. ശരി. ഗിരീഷിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്.